നമ്മൾ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്ക് തന്നെ വിനയായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. സ്റ്റോറിയല്ല, എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചിട്ടുള്ള ആരെയും ഞാൻ വെറുതെ വിടാറില്ല. മീൻസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലോളം ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ ഒരു ഹെൽപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഒരാൾ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ട് അവരുടെ മനസ്സിൽ മുഖത്തുള്ള ഒരു ഹാപ്പിനെസ് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. ഞാൻ കാരണം അവർക്ക് ആ ഒരു ചിരി കിട്ടിയല്ലോ, ഞാൻ കാരണം അവർക്കൊരു ആശ്വാസം കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടാറുണ്ട്. ആ സമയത്ത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് മറ്റേ അവനവൻ കുരുക്കുന്ന ആ ഒരു സോങ് ഉണ്ടല്ലോ, ആ സോങ് ആയിരിക്കും കേട്ടോ. ആ സെയിം കുരുക്കിൽ ഞാൻ പെട്ടിട്ടുണ്ട്. നമ്മളടുത്ത് ഇങ്ങനെ ലോണായിട്ടോ ക്യാഷ് ആയിട്ടോ ഒക്കെ ചോദിക്കുമല്ലോ. ലോണൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പരിസരത്ത് തിരിഞ്ഞ് നോക്കാനേ പാടില്ല കേട്ടോ. അവസാനം EMI നമ്മളെ വിളിച്ച് നമ്മളെ മാനസികമായിട്ട് തളർത്തി. പക്ഷെ ആ സമയത്തും നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത ആളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ ബ്ലോക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ റിങ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടാവില്ല. ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ ഡിപ്രഷൻ അടിച്ച് ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഞാൻ അങ്ങനത്തെ പല സ്റ്റേജിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും എൻ്റെ ഫോളോവേഴ്സിനോടും ഞാൻ പറയാണ്, ഹെൽപ്പ് ചെയ്യുക അർഹതപ്പെട്ടവർക്ക് മാത്രം. നമ്മുടെ ലൈഫിൽ നിന്ന് ടോക്സിക് പീപ്പിൾസിനെ അവോയ്ഡ് ചെയ്തിട്ട് നല്ലവരായ മനുഷ്യരെ മാത്രം സ്വീകരിക്കുക. നമ്മൾ ഹെൽപ്പ് ചെയ്യാം, അത് അത്രത്തോളം അർഹതപ്പെട്ടവർക്ക് വേണ്ടി മാത്രം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ അല്പം സ്വല്പം സെൽഫിഷൊക്കെ ആയിരിക്കുന്നതാണ് നല്ലത്.